പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2019 മുതൽ പ്രവേശനം നേടിയിരുന്ന ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ഓഡിറ്റ് കോഴ്സ് പരീക്ഷ എഴുതാനുണ്ടായിരുന്നു. സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി, അല്ലെങ്കിൽ സെൻറ്റർ, ഇപ്പോഴത്തെ പേരനുസരിച്ചാണെങ്കിൽ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ, SDയുടെ പുതിയ പേരാണ് സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നത്. അപ്പോൾ SDE അല്ലെങ്കിൽ CDOE വഴി 2019 മുതൽ പ്രവേശനം നേടിയിരുന്ന, പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത് പഠിച്ചിരുന്ന ഡിഗ്രി വിദ്യാർത്ഥികളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഓഡിറ്റ് കോഴ്സ് എഴുതാൻ കഴിയാതെ പോയിരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ എഴുതിയിട്ട് തോറ്റുപോയിരുന്ന ആളുകൾക്ക് യൂണിവേഴ്സിറ്റി ഒരു ഓഫ്ലൈൻ പരീക്ഷ നടത്തിയിരുന്നു. അടുത്ത വർഷം പ്രഖ്യാപിക്കുന്ന ഓൺലൈൻ പരീക്ഷകൾ വരെ കാത്തിരിക്കുന്നതിനു പകരം ഒരു ഓഫ്ലൈൻ പരീക്ഷ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് യൂണിവേഴ്സിറ്റി നടത്തിയിരുന്നു. അങ്ങനെ ഓഫ്ലൈൻ പരീക്ഷ ആരൊക്കെയാണ് എഴുതേണ്ടത്, ആർക്കൊക്കെയാണ് എഴുതാൻ അർഹതപ്പെട്ടവർ എന്നവരുടെ ലിസ്റ്റ് നേരത്തെ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ലിസ്റ്റ് അനുസരിച്ച് എല്ലാവരും പരീക്ഷ എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആ പരീക്ഷയുടെ റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2019, 2020, 2021 വർഷങ്ങളിൽ ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ, അതേസമയം അവർക്ക് ഓഡിറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ ഫലമായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇങ്ങനെയൊരു ഓഫ്ലൈൻ പരീക്ഷ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടത്തിയിരുന്നത്. ആ ഓഫ്ലൈൻ പരീക്ഷയുടെ റിസൾട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. റിസൾട്ട് പരിശോധിച്ചതിന് ശേഷം പാസ്സായിട്ടുള്ള ആളുകൾ, ഓഡിറ്റ് കോഴ്സ് പരീക്ഷ പാസ്സായിട്ടുള്ള ആളുകൾക്ക് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കാം. നേരത്തെ 1 മുതൽ 6 വരെയുള്ള സെമസ്റ്ററിലെ മുഴുവൻ പേപ്പറുകളും എഴുതി പാസ്സായിരുന്ന വിദ്യാർത്ഥികൾ, അതേസമയം അവർക്ക് ഓഡിറ്റ് കോഴ്സ് കിട്ടാതെ പോയതുകൊണ്ട് മാത്രം ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ കഴിയാതെ പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ പരീക്ഷ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടത്തിയിരുന്നത്. അതുകൊണ്ട് ഈ ഓഡിറ്റ് കോഴ്സ് പരീക്ഷ പാസ്സായിട്ടുള്ള ആളുകൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഇനി, ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഇനി അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ വഴിയാണ് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് എടുക്കുക, അവിടെ സ്റ്റുഡൻറ്റ് പോർട്ടലുണ്ട്. അവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. രജിസ്റ്റർ ചെയ്തിട്ട്, സ്റ്റുഡൻറ്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് ഇയർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന മെയിൽ ഐഡിയും ഫോൺ നമ്പറും ഉപയോഗിച്ചിട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. കാരണം അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പരീക്ഷകളൊക്കെ എഴുതാൻ പറ്റിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. അതുവഴി ഓൺലൈനായിട്ട് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കാം. നോർമൽ മോഡിൽ അപ്ലിക്കേഷൻ കൊടുക്കാം. 1 വർഷത്തോളം സമയം വേണ്ടി വന്നേക്കും ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ. അർജൻറ്റ് മോഡിലും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. 400 ചില്ലാനം രൂപ അഡീഷണൽ ഫീസ് അടച്ച് അർജൻറ്റ് മോഡിലും ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും. ഓക്കെ.